പറയാനാവൂലേ അവിടെ അവരുണ്ട് അവർ പറയൂ ഞാൻ നിന്നെ പറയാം നിങ്ങൾ കണ്ടിട്ട് ഇത്രയൊക്കെ എല്ലാ വീക്ഷകർ കണ്ടിട്ടുണ്ട് പിന്നെ എന്നാ ആ നാളെ കാലേ പിന്നെ ഞാൻ 10 നാളെയെങ്കിൽ ആ 3 നാളിലെ ബോഡി തെരച്ചിട്ട് ഞാൻ മേലെ പോകും ഇപ്പൊ ഇത്ര കിട്ടി ഇനി എത്ര കാണില്ലേ അല്ല 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 കൺഫേം അല്ല ഇത് ഞാൻ നാളെ ഉണ്ട് നാളെ എത്ര വരെ നമുക്ക് പറയാം അപ്പുറത്തനൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യും കണ്ടിപ്പായി അത് നാളെ ഇപ്പൊ എനിക്ക് ഇൻഡിപെൻഡൻസ് ഇത് കൊടുക്കുന്നത് 60 ദിവസത്തിനിടെ 3ാം വട്ട തെരച്ചിലാണ്. പക്ഷേ കഴിഞ്ഞ 2 തെരച്ചിലിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നൊരു വിസിബിൾ എവിഡൻസ് എന്ന രീതിയിൽ ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈശ്വർ മാൽപേ ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് പോയപ്പോൾ തന്നെ ഒരു ലോറിയുടെ ഭാഗം അവിടെ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു. ചിത്രങ്ങൾ വരുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അത് പൊക്കിയെടുക്കുന്നു. ഒരു ടയറും ഈ ലോറിയുടെ ക്യാബിനും ആക്സിലും അടക്കമുള്ള ഭാഗങ്ങൾ 2 പോയിന്റുകളായി ലഭിക്കുന്നു. പക്ഷെ ഒടുക്കം അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നില്ല. ആ ലോറി അത് അർജുൻ്റേതല്ലെന്ന സ്ഥിരീകരണം അത് വന്നിരിക്കുന്നു. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് അവിടെ നിന്ന് ചേരുന്നു. അരുൺ, ഇപ്പോഴും ഈശ്വർ മാൽപ്പ പറയുന്നത് തെരച്ചിൽ തുടരുമെന്നുള്ളതാണ്. നിലവിൽ അദ്ദേഹം ഈ ആഴത്തിലേക്ക് പോയപ്പോൾ കണ്ടതെല്ലാം അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട്. അതായത് ഇനി അതിൽ കൂടുതലൊന്നുമില്ല എന്ന് തന്നെയാണോ പറയുന്നത്? നാളെ ഇത് എങ്ങനെയായിരിക്കും പരിശോധന? കാരണം ഇന്ന് നമുക്ക് ലഭിച്ച പോയിന്റുകളിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ലല്ലോ. ടാറ്റ കമ്പനിന്റെ വാഹനമാണിത്. എന്താന്നുള്ളത് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി കൂടുതൽ ഇത് ലോറിയാണിത്. ടാങ്കർ അത് ഒക്കെ സെയിമാ. അതെ അതെ. ഇതിപ്പോ ഈ സ്പെയർ പാർട്സ് ടാറ്റന്റേതാ. ഇനി അത് അശോക് ലൈലൻഡ് ഉപയോഗിക്കലുണ്ടോ അങ്ങനെയൊന്നുള്ള എനിക്കറിയില്ല. ഇതൊന്ന് മറിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടാങ്കറിന്റെ ആവാൻ ചാൻസ് ഉണ്ട്. അതെ. ക്യാബിന് ടാങ്കറിന്റെ ഇത് മറിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് മറിച്ച് തന്നെ നോക്കേണ്ടി വരും. ഇത് മനസ്സിലാവണമെങ്കിൽ ടാങ്കറിന്റെ ആവാൻ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു ഇതിൽ ഇത്രമാത്രം ചിന്നിച്ചിതറണമെങ്കിൽ ഇത് എന്താ സംഭവിച്ചെന്നുള്ളത്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ അയക്കുന്നത് ഇതിന്റെ ഈ ഭാഗം തിരിച്ച് പറ്റും. ഉൾട്ടാ മാഡലിക്ക് ഏನಾದರೂ ಎಲ್ಲ ಬರ್ತೀನಿ. കിടന്നിട്ട് നോക്കിയാൽ ലോറി അർജുൻ്റേതല്ല എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. അതൊരു ടാങ്കർ ആകാമെന്ന സംശയം പറയുന്നു. ടാറ്റയുടെ വാഹനമാണെന്ന് സംശയം പറയുന്നു. മനാഫ് കിട്ടിയ ഭാഗം തിരിച്ചിട്ടാൽ കൂടുതൽ വ്യക്തത അതിൽ വരുത്താനാകും. പക്ഷേ പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും ഒരു പോയിന്റ് ഇല്ല, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല. അത് അർജുൻ്റേതല്ല, അതായത് മനാഫിൻ്റെ ലോറിയല്ല എന്ന് തന്നെ അതിൻ്റെ ഉടമ തന്നെ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്ന കാര്യം 60ാം ദിവസത്തിനിടെ 3ാം വട്ട തെരച്ചിലാണ്. ഇന്നാണ് ലോറിയുടെ അവശിഷ്ടങ്ങൾ പുറത്തെടുത്തത്. ഇനി അർജുൻ്റെ ലോറിക്കാല തെരച്ചിൽ അത് എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ദിവസം അരുൺ പൂപ്പറമ്പ, ഈ സോണാർ പരിശോധന അല്ലെങ്കിൽ സോണാറിൻ്റെ സിഗ്നൽ കിട്ടിയ അതിനടുത്തൊക്കെയാണ് ഇപ്പോൾ പരിശോധന നടത്തുകയും ഏകദേശം അതിനോട് സമീപത്ത് നിന്നായി അവശിഷ്ടങ്ങൾ കിട്ടുകയും ചെയ്തു. പക്ഷേ അത് അർജുൻ്റേതല്ലെന്ന വാർത്ത നിരാശാജനകമാണ്. പക്ഷേ ഇനി നാളെയും നമുക്ക് അർജുൻ്റെ ലോറി തെരഞ്ഞേ മതിയാകൂ. എങ്ങനെയായിരിക്കും ആ തെരച്ചിൽ? നാളെയും ഈശ്വർ മാൽപ്പയുടെ സാന്നിധ്യം ഉണ്ടാവുമോ അവിടെ? സുഹൈലെ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിരാശാജനകം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഏറെ പ്രതീക്ഷകൾ നിറഞ്ഞൊരു ദിനത്തിന് അവസാനമാണ് അതൊരു നിരാശയായി മാറുന്നു എന്നതാണ്. കാരണം ഇന്ന് രാവിലെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുമ്പോൾ തന്നെ സമാന്തരമായി ഈശ്വർ മാൽപേ പുഴയുടെ അടിത്തട്ടിൽ, ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലെത്തി പരിശോധിക്കുന്നു. നല്ല വിസിബിലിറ്റി ഉണ്ടെന്ന് കരയിൽ അറിയിക്കുന്നു. ആ തെരച്ചിൽ തുടരുന്നു. അതിനിടെ ഉച്ചയോടെ വളരെ ശുഭകരമായിട്ടുള്ള ഒരു വിവരം ഈശ്വർ മാൽപേ കരയിലേക്ക് പങ്കുവെക്കുകയാണ്. അതായത് ലോറിയുടെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്, അത് അർജുൻ്റെ ലോറിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണ് അദ്ദേഹം പങ്കുവച്ചത്. പക്ഷേ അതിനുശേഷം ഇത് ഉയർത്തുന്നതിന് വേണ്ടി ക്രെയിൻ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നു. ജില്ലാ പോലീസ് മേധാവിയും കാർവാർ MLA ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന ആ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി. അവർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഡ്രഡ്ജറിലെ ഈ ക്രെയിൻ ഉപയോഗിച്ച് അതിൻ്റെ ഇരുമ്പ് വടം ഘടിപ്പിച്ച് ആ ലോറിയുടെ ഭാഗം, അതായത് 2 പ്രധാന ടയറുകളായിരുന്നു ഉണ്ടായിരുന്ന ടയറുകൾ
കല്ലുകൾ ഉയർത്തി മുകളിലേക്ക് എടുത്തു. പക്ഷേ അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുന്ന ആദ്യത്തെ നിരാശ ഉണ്ടാവുന്നു. പിന്നീട് രണ്ടാമത്തെ ഒരു സ്പോട്ടിൽ കൂടി വാഹനത്തിന്റെ ഭാഗം അങ്ങനെ 60 ദിവസത്തിനിടെ മൂന്നാം വട്ട തെരച്ചിൽ. പക്ഷേ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നും കണ്ടെത്തിയില്ല. ഇന്ന് വിസിബിൾ ആയ ഒരു എവിഡന്റ് എന്ന രീതിയിൽ ലോറിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് ഈശ്വർ മാൽപ്പെ പറഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു മലയാളിക്കരയാകെ. അർജുൻ്റേതെന്ന് സംശയിക്കുന്ന ലോറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷ കൊടുത്തു. പക്ഷേ ഒടുക്കം വൈകിട്ടോടടുക്കുമ്പോൾ അത് നിരാശയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് സങ്കടത്തോടു കൂടി തന്നെ പറയേണ്ടി വരുന്നു.